നവ്യയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലായിരിക്കും. അബിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പരിഗണന നവ്യയ്ക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ആകെ കൂടെ വിഷമിച്ചിരിക്കുമായിരിക്കും നവ്യ. അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശിയെ കാണുന്നതും നവ്യ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആ മുത്തശ്ശിയോ? എന്താ മോളെ, മോൾക്ക് എന്താ പറ്റിയേ? ഇപ്പൊ ദേവയാനി പറഞ്ഞു മോള് നേരത്തിന് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ന്. നേരത്തിന് ഭക്ഷണം എല്ലാം കഴിക്കണം. മോളുടെ വയറ്റില് ഒരു കുഞ്ഞുള്ളതാ. കുഞ്ഞിന്റെ കാര്യം കൂടെ നോക്കണ്ടേ? മോളിങ്ങനെ ഭക്ഷണവും മരുന്നൊന്നും നേരത്തിന് കഴിച്ചില്ലെങ്കിൽ അതിന്റെ ദോഷം കുഞ്ഞിനല്ലേ മോളെ? ഞാൻ കഴിക്കുന്നുണ്ട് മുത്തശ്ശി. അത് അമ്മായി ചുമ്മാ പറഞ്ഞതാ. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന്. നിനക്കിപ്പോ അബിയുടെ സ്നേഹം കിട്ടേണ്ട സമയാ. അത് കിട്ടാത്തതുകൊണ്ട് വല്ലാത്ത നിരാശയാണെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. എന്ന് കരുതി അവനെ പറഞ്ഞ് തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല മോളെ. എത്രയാന്ന് കരുതിയിട്ടാ ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവനെയും താനെ എല്ലാം മനസ്സിലാക്കി മോളെ സ്നേഹിക്കട്ടെ. മോൾക്കിവിടെ ഒരു കുറവും ഉണ്ടായിരിക്കില്ല. എല്ലാ കാര്യങ്ങളും നോക്കാനേ ഇവിടെ എത്ര പേരുണ്ട്. എൻ്റെ കാര്യങ്ങൾ നോക്കാനും എല്ലാറ്റിനും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ മുത്തശ്ശി. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാ അബി. ആ അബിയുടെ സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ ആർക്കായാലും ഒരു സങ്കടം ഉണ്ടാവില്ലേ? അത് എനിക്കുണ്ട് മുത്തശ്ശി. അത് പുറമെ ഞാൻ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോൾ ഇങ്ങനെ ഈ റൂമിൽ തന്നെ ഇരിക്കല്ലേ. ഇടയ്ക്കൊക്കെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും റൂമിലോട്ടൊക്കെ വാ. അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ മോൾക്ക് ഇത്ര നിരാശയൊന്നും തോന്നില്ല. ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ മോള് പലതും ആലോചിച്ചു കൂട്ടും. അതുകൊണ്ടേ മോൾ എൻ്റെ കൂടെ താഴോട്ട് വാ. അങ്ങനെ മുത്തശ്ശി നവ്യയെ കൂട്ടി താഴോട്ട് വരുന്നുണ്ട്. നവ്യയുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ടായിരിക്കും. മുത്തശ്ശി നവ്യയുടെ കാര്യങ്ങളെല്ലാം മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. നവ്യയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇപ്പോൾ. നയനയുടെ കാര്യത്തിൽ ഇപ്പം എനിക്ക് ഒരാശങ്കയുമില്ല. അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട്. ഇപ്പം ദേവയാനിയാണെങ്കിലും മരുമകളെ നല്ല കാര്യമായിട്ട് തന്നെയാണ് നോക്കുന്നത്. അതുപോലെയല്ല നവ്യയുടെ കാര്യം. അത് ഓർക്കുമ്പോൾ എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത വേദന. എന്താണോ താൻ പറയുന്നേ? നവ്യ ഈ ഇടയായിട്ട് ഭക്ഷണമോ മരുന്നോ ഒന്നും തന്നെ നേരാവണ്ണം കഴിക്കുന്നില്ല. അവളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭർത്താവും അവളുടെ അമ്മായിയമ്മയോ. അവർ രണ്ടുപേരും അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല. ജലജയുടെയും അബിയുടെയും സ്വഭാവം നമുക്കറിയുന്നതല്ലേ. അതിലൊന്നും ഇനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആ കുട്ടിക്ക് ഈ സമയത്ത് വേണ്ടതേ സന്തോഷവും സമാധാനവും ഒക്കെ തന്നെയാ. എന്നാ അതൊന്നും ആ കുട്ടിക്ക് കിട്ടുന്നില്ല. വന്നു കയറിയ സമയത്ത് ആള് കുറച്ച് പ്രശ്നക്കാരിയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ കുടുംബത്തിന് പറ്റിയൊരു മരുമകളാ നവ്യ. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. താനെന്താ പറഞ്ഞു വരുന്നേ? നയനയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. അതുമാത്രമല്ല, താങ്കൾ പറഞ്ഞിരുന്നല്ലോ അന്ന് നയനയ്ക്ക് എന്തെങ്കിലുമൊക്കെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കണമെന്ന്. അതുപോലെ അവളുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഒന്ന് സേഫ് ആക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ആ കുട്ടിക്കും അതൊരു വലിയ ആശ്വാസമായിരിക്കും. താനിത് പറഞ്ഞില്ലെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ആദർശിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അതിനി ഒരുപാട് താമസിപ്പിക്കണ്ട. പെട്ടെന്ന് തന്നെ ചെയ്യണം. ആ കുട്ടിയുടെ മനസ്സ് ഇനി വേദനിപ്പിക്കരുത്. നമ്മുടെ തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാ അബിയുടെ കുഞ്ഞ്. അവനതിനെ കാര്യമായിട്ട് നോക്കുന്നില്ലെങ്കിലും നമ്മൾ അങ്ങനെ തള്ളിക്കളയരുത്. ആ കുട്ടിക്ക് വേണ്ടതും നമ്മുടെ പേരക്കുട്ടിക്ക് വേണ്ടതും എല്ലാം നമ്മൾ ചെയ്യണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇയാൾ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും അവൾക്ക് വേണ്ടത് നമുക്ക് ചെയ്തു കൊടുക്കാം എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. പിന്നീടായിട്ട് ഇക്കാര്യങ്ങൾ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആദർശിൻ്റെ കൂട്ടത്തിൽ നയനയും ഉണ്ടായിരിക്കും. നയനയോടും ആദർശിനോടുമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവ്യയുടെ കാര്യത്തിലാണ് ഇപ്പം ഇയാൾക്ക് വലിയ ടെൻഷൻ. നയനമോളുടെ കാര്യത്തിൽ ഇപ്പം ടെൻഷനൊന്നുമില്ല. മോൾക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്, അത്യാവശ്യം ശമ്പളമുണ്ട്. ശമ്പളത്തിൻ്റെ കാര്യമൊന്നും മുത്തശ്ശ ഞാൻ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞതാ എനിക്ക് ഈ ജോലിക്ക് ശമ്പളം വേണ്ടാന്ന്. അത് പറ്റില്ല. ചെയ്യുന്ന ജോലിക്ക് മൂർത്തീസ് ഗ്രൂപ്പ് എപ്പോഴും ശമ്പളം കൊടുക്കും. അതുപോലെ മോളും ശമ്പളം വാങ്ങിക്കണം. അതുകൊണ്ട് അക്കാര്യത്തിൽ ആദർശിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ആദർശ് ചെയ്യുന്നത് തന്നെയാ ശരി. ഭാര്യയായാലും അച്ഛനായാലും അമ്മയായാലും ചെയ്യുന്നതിന് ജോലിക്ക് പൈസ കൊടുക്കണ്ടേ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അല്ല, മുത്തശ്ശൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറയുന്നത് നവ്യയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. അബി ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിലെ വേറെ ഒരു സ്റ്റാഫാ. എന്താ മുത്തശ്ശൻ പറയുന്നത്? അവൻ 1-2 ബ്രാഞ്ച് ഏൽപ്പിക്കണോ? അയ്യോ, അത് വേണ്ട. അത് ഏൽപ്പിച്ചാലുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയുന്നല്ലേ. അല്ലാതെ മുത്തശ്ശൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിരുന്നല്ലോ നയനയ്ക്ക് കുറച്ച് സ്വത്തുക്കൾ എഴുതി വെക്കുന്ന കാര്യം. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് മുത്തശ്ശ. മുത്തശ്ശൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത്. ഇനി നവ്യയ്ക്ക് ഒരു കുറവും ഉണ്ടാവരുത്. അവളുടെയും കുഞ്ഞിൻ്റെയും കാര്യം എല്ലാം സേഫ് ആവണം. ഇത് കേട്ട് നയന പറയുന്നുണ്ട്, മുത്തശ്ശ
ചേച്ചിക്ക് അതിനിപ്പോൾ സ്വത്തിനോടും പണത്തിനോടും ഒന്നും ഒരു ആഗ്രഹമില്ല. ആഗ്രഹമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പേരിലാണ് ഞാനിത് എഴുതി വെക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിലും അഭി കുറച്ചെങ്കിലും ആ കുട്ടിയെ സ്നേഹിക്കട്ടെ. അഭി മാത്രമല്ല, ജലജയ്ക്കും എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, നവ്യയുടെ അക്കൗണ്ടിലോട്ട് ഒരു 10 കോടി ഇടണം. ആ മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയതായി പണിയാൻ പോകുന്ന നമ്മുടെ ഷോറൂം നവ്യയുടെ പേരിലാണ് നമ്മൾ പണിയുന്നത്. കൂട്ടത്തിൽ ഈ പൈസയും ഞാൻ അക്കൗണ്ടിലോട്ട് ഇടാം എന്ന് ആദർശ് പറയുന്നുണ്ട്. ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തിലാണ് നയന നിൽക്കുന്നത്. എല്ലാം ചെയ്തതിന് ശേഷം അവസാനം എല്ലാവരെയും വിളിച്ച് മുത്തശ്ശൻ എല്ലാവരോടായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. നവ്യയാണെങ്കിൽ റൂമിലായിരിക്കും. ജലജയുടെ അടുത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല ജലജെ, നിന്റെ മരുമകൾ എവിടെ? എനിക്കൊന്നും അറിയില്ല. അവള് റൂമിൽ തന്നെയല്ലേ ഏതു നേരം? നിനക്ക് അവളെക്കുറിച്ച് ശ്രദ്ധിക്കാനൊന്നും തീരെ സമയമില്ല അല്ലേ? ഞാനെന്തിനാ അവളെ ശ്രദ്ധിക്കുന്നേ? നിന്റെ മരുമകളാ അവള്. മാത്രമല്ല, നിന്റെ മകന്റെ കുഞ്ഞാ അവളുടെ വയറ്റിൽ കിടക്കുന്നേ. അതുകൊണ്ട് ആ ഒരു പരിഗണനയൊക്കെ നിങ്ങൾക്കാവാം. അവളുടെ കാര്യങ്ങൾ നോക്കാനേ അവൾക്കിപ്പോൾ നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോഴും കൂടെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവൾ ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ ഞാനെന്താ അവളെ തലയിലേറ്റി നടക്കണോ? വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. മോളെ നയനെ, നീ പോയിട്ട് നവ്യയെ വിളിച്ചിട്ട് വാ. അങ്ങനെ നവ്യയെയും വിളിക്കുന്നുണ്ട്. മോളിവിടെ ഇരിക്കെ എന്നും പറഞ്ഞ് നവ്യയെ ഇരുത്തുന്നുണ്ട്. എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് കേൾക്കുന്ന അനാമിക ജലജയുടെ ചെവിയിൽ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ പുതിയ എന്താ പറയാനുള്ളതെന്നാവോ? ഇനിയിപ്പോൾ സ്വത്തൊക്കെ ഭാഗം വയ്ക്കാനെന്നാവോ? അറിയില്ല, നോക്കാം. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു വരത്തില്ല എന്ന് ജലജയും പറയുന്നുണ്ട്. ഞാനിപ്പോൾ വിളിച്ചു വരുത്തിയ കാര്യം നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് എൻ്റെ തീരുമാനം. ആരുടെയും ഇഷ്ടം നോക്കിയിട്ടല്ല ഞാനിപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത്. ഈ കുടുംബത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് ആരുടെ സമ്മതവും വേണ്ട. എന്നാ ഈ വിവരം എല്ലാവരെയും അറിയിക്കണം. അതെൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ടാ. എന്താച്ചാ എന്താ കാര്യം എന്ന് ദേവിയാനി ചോദിക്കുന്നുണ്ട്. നവ്യയുടെ കാര്യത്തിൽ ഇവിടെ ആർക്കും ശ്രദ്ധയില്ല. നവ്യയുടെ ഭർത്താവാണെന്ന് പറയുന്ന ആപി പോലും നവ്യയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ. അതിപ്പോൾ ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ അച്ഛാ. നവ്യയ്ക്ക് ഒരു കുറവില്ലാതെ തന്നെയാ ഞങ്ങളിവിടെ നോക്കുന്നേ എന്ന് ദേവിയാനി പറയുന്നുണ്ട്. അതുപോരാ, അവളുടെയും അവളുടെ കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ഇനി സേഫായിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയതായി പണിയാൻ പോകുന്ന ഷോറൂം നയനയുടെ പേരിലാണ് തുടങ്ങുന്നത്. അതിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം ഇനി നയനയ്ക്കുള്ളതാ. ഇത് കേൾക്കുന്ന അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട്. വിശ്വസിക്കാനാവാതെ അഭിയും ജലജയും നിൽക്കുവാണ്. എന്നാ ജലജയുടെ മനസ്സിൽ ഒരു ലെട്ട് പൊട്ടുന്നുണ്ട്. നവ്യയുടെ പേരിലാണെങ്കിലും അതിന്ന് എന്തെങ്കിലുമൊക്കെ അഭിക്കും എടുക്കാലോ എന്നൊക്കെ കരുതിയിട്ടാണ് ജലജ സന്തോഷിക്കുന്നത്. എന്നാ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതുമാത്രമല്ല, നവ്യയുടെ അക്കൗണ്ടിലോട്ട് ഞാനൊരു 10 കോടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾ കുഞ്ഞും ഇനി ഒരിക്കലും സങ്കടപ്പെടരുത്. അബിയുടെ കാര്യം എല്ലാവർക്കും അറിയുന്നല്ലേ. അവനായിട്ട് അവൻ്റെ കുഞ്ഞിനൊന്നും ഉണ്ടാക്കി വെക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തേ. ഇത് കേട്ട് ജാനകി ചോദിക്കുന്നുണ്ട്, അതെന്താച്ചാ ഒരാൾക്ക് മാത്രം എങ്ങനെ ചെയ്യുന്നേ? ഇവിടെ നയനയുടെ കാര്യത്തിലും നവ്യയുടെ കാര്യത്തിലും വലിയ ശ്രദ്ധയാണല്ലോ. അതുപോലെ തന്നെയാ എൻ്റെ മരുമകളും. അവൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ഇങ്ങനെ വേർതിരിവ് കാണിക്കരുത് അച്ഛാ. അച്ഛന് 2 മരുമക്കളെ ഒരുപോലെ കാണുന്നു, ഇവളെ മാത്രം വേർതിരിച്ച് കാണുന്നു. അത് ശരിയല്ല. ഞാൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല. ഇതിപ്പോ നവ്യയുടെ കാര്യം ഇങ്ങനെ ആയ കാരണം ഞാൻ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചേ. അല്ലാതെ തറവാട് വെട്ടിമുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നതല്ല. അതാദ്യം മനസ്സിലാക്ക്. ഇത് കേട്ട് അജയൻ ജാനകിയോട് പറയുന്നുണ്ട്, നീ എന്താ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ഛനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ അത് എടുത്ത പോലെയാ. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും നിൽക്കാറില്ല. അതിപ്പോ ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും. ഇതൊക്കെ കേട്ട് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ, എനിക്കിതൊന്നും വേണ്ട. പഴയ നവ്യായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷിച്ചേനെ. പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശ. എനിക്ക് വേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹ. അതെനിക്ക് കിട്ടുന്നില്ല. അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. കേട്ടല്ലോ അബി, ഇനിയെങ്കിലും നീ ആ കുട്ടിയെ സ്നേഹിക്കാൻ നോക്ക്. നിന്റെ കുഞ്ഞാ അവളുടെ വയറ്റിൽ കിടക്കുന്നേ. നീ എന്തിനാടാ അവളോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നാ അബിക്ക് ഇനി നവ്യയെ സ്നേഹിച്ചേ പറ്റൂ. നവ്യയുടെ പേരിൽ ഇത്രയേറെ സ്വത്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ നവ്യ ഇനി മുതൽ അഭിയും ജലജയും സ്നേഹിക്കാൻ തുടങ്ങുവാണ്.